ഹായ് ഓൾ! എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു കുട്ടി ബ്രേക്കിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് ഈ വീഡിയോ എനിക്കൊരല്പം സ്പെഷ്യലാണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാലം ഞാൻ നമ്മുടെ എറണാകുളത്തുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് ക്യുസാറ്റിൽ ബിടെക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴും നമ്മളുടെ ഫൈനൽ എയിം എന്ന് പറയുന്നത് എന്താണ്? ഒരു ജോബ് നേടുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ജോബ് കൂടെ ആവുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് വലുതാണ്, വളരെയധികം വലുതാണ്. അങ്ങനെ ഞാൻ എൻ്റെ കോഴ്സ് തിരഞ്ഞെടുത്ത് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം മോശപ്പെട്ട ഒരു സമയമായിരുന്നു. കാരണം 12th കഴിഞ്ഞ് ഡോക്ടർ ആവണം എന്നുള്ള മോഹത്തോടു കൂടി ഞാൻ നമ്മുടെ പാലാ ബ്രില്യൻറ്റിൽ ഒരു വർഷം പോയി പഠിച്ച ആളാണ്. രാവും പകലും കണക്കാക്കാണ്ട് അത്രയേറെ കഷ്ടപ്പെട്ട് പഠിച്ച ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. ആ ഒരു വർഷം ഞാൻ ആകെ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുള്ളത് രണ്ട് തവണയാണ്. ആ 2 തവണയും 2 ദിവസം നിന്ന് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്രയും ടൈറ്റായി നിന്ന് ഞാൻ എന്നെ തന്നെ ഫുൾ സമർപ്പിച്ച ഒരു സമയമായിരുന്നു പാലാ ബ്രില്യൻറ്റിൽ ഉണ്ടായിരുന്ന സമയം. അവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാവരും നല്ലതാണ്. പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നു അതെൻ്റെ ഭാഗ്യം കൊണ്ടാണ്, നിർഭാഗ്യവശാൽ അന്ന് എനിക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 570 മാർക്കാണ് എനിക്ക് കിട്ടിയത്. അന്ന് ആ വർഷം നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ മാർക്ക് തികയില്ലായിരുന്നു. ഒരു 10-20 മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമാണ് ഇവിടെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ആകെ തളർന്നു പോയി. കാരണം അത്രയേറെ എന്നെ ഞാൻ മൊത്തത്തിൽ സമർപ്പിച്ചൊരു സമയം വേറെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ ഞാൻ ആകെ ഡിപ്രഷൻ്റെ പടുകുഴിയിലൊക്കെ വീണ് അങ്ങനത്തെ ഒരു സമയമായിരുന്നു. പക്ഷേ ആ ഒരു സമയത്താണ് ക്യുസാറ്റ് കാറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത്. അന്ന് എനിക്ക് ഓൾ ഇന്ത്യ തലത്തിൽ 7ാം സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഇനി അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാനുള്ള മനസ്സും ഇല്ല. അങ്ങനെ ഞാൻ നേരെ പോയി എഞ്ചിനീയറിങ്ങിന് ചേർന്നു. ഞാനാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത ആൾ, ബയോളജി മാത്രം അറിയുന്ന ആൾ. അങ്ങനെയുള്ള ഒരാൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തുടക്കത്തിൽ എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കോഡിങ്ങിൻ്റെ ഒരു ബേസും അല്ലെങ്കിൽ ഒരു ABCDയും അറിയാത്ത ആ ഒരു സമയത്ത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഊഹിക്കുന്നത് പോലെ നല്ല പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഞാനും പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ചെറുപ്പം തൊട്ടേ എല്ലാത്തിലും ഫസ്റ്റ് കിട്ടി, അല്ലെങ്കിൽ എല്ലാ രംഗങ്ങളിലും മുന്നിൽ നിന്ന് വന്നിരുന്ന ആൾ പിന്നീട് അങ്ങോട്ട് ഒരു ഡിപ്രഷൻ ഫേസിലോട്ടാണ് പോയത്. ലൈക്ക് ഒന്നും അറിയില്ല, എല്ലാം ന്യൂ ആണ്. ഒരു ചെറിയ ജനിച്ചു വീണ കുട്ടി ABCD പഠിക്കുന്ന പോലെയാണ് എനിക്ക് കോഡിങ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ, അപ്പോൾ ഞാൻ ഇത്രയും കഥകൾ പറഞ്ഞത് ഞാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഇന്ന് എനിക്ക് എൻ്റെ ഡ്രീം കൺട്രി ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർമാരുടെയും ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അങ്ങനെ ജപ്പാൻ എന്ന കൺട്രിയിൽ കഴിഞ്ഞ ജാനുവരിയിൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 5 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെ ഫുള്ളി ഫണ്ട് ചെയ്ത് ജപ്പാൻ ഗവൺമെൻറ് ഒരു ഇൻറ്റേൺഷിപ്പിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവിടെ ഫുൾ ടൈം ഓഫറും കിട്ടുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞു വന്നു. പിന്നീട് ഇൻ്റർവ്യൂവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അൽഹംദുലില്ലാ എനിക്ക് ഈ പ്ലേസ്മെൻറ്റ് കിട്ടി. ആൻഡ് നെക്സ്റ്റ് മന്ത് സെപ്റ്റംബറിൽ ഇൻഷാല്ലാ ഞാൻ ജപ്പാനിലോട്ട് മൂവ് ചെയ്യും. സോ ഇതാണ് എൻ്റെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് ഇതെന്ന് പറയുന്നത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഞാൻ കേരളത്തിലെ ഒരു സാധാ ഗ്രാമത്തിലാണ്, ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ് ജനിച്ചത്. ഞാൻ വളർന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ഒരു ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലൊക്കെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളിൽ നിന്ന്, ഈ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒന്നും അറിയാത്തൊരവസ്ഥയിൽ നിന്ന് എനിക്ക് ഇത് നേടാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സർവേശ്വരനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ജേണിയിൽ ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം എപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഡിസിന് കിട്ടാത്ത സമയത്ത് ഞാൻ വിചാരിച്ചായിരുന്നു ജീവിതം ഇവിടെ തീർന്നു, അല്ലെങ്കിൽ ഇനി എനിക്ക് സന്തോഷങ്ങൾ കിട്ടില്ല എന്നൊക്കെ. പക്ഷെ ഞാൻ അന്ന് അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമാവുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ പല ടേണിംഗ് പോയിൻറ്റ്സും എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിനീയറിംഗ് ജേണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ജോബ് കിട്ടിയതും ഈ എഞ്ചിനീയറിംഗ് എടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വളരെയധികം ഹാപ്പിയാണ്.
ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ പല എൻട്രൻസ് എക്സാമും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നിൻ്റെ റിസൾട്ടുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തളരരുത്. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം നിങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി നമ്മുടെ മാക്സിമത്തിൻ്റെ മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. അങ്ങനെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നിങ്ങൾക്കൊരു വിജയം ആയിട്ട് കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ ആരും തളർന്നു പോകരുത്. കാരണം ഈ ഒരു ഫേസിലൂടെ തന്നെയാണ് ഞാനും വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് നമ്മളിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസവും നമ്മളുടെ പാരൻസിൻ്റെ സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ കാര്യവും ഈസി ആയിട്ട് നേടിയെടുക്കാവുന്നതാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റിസൾട്ട് ഷുവറായിട്ടും കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പറക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മളെല്ലാവരെയും സ്വപ്നം കാണാൻ പഠിപ്പിച്ചിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞതാണ്. അതായത് നിങ്ങൾ പറക്കാൻ ശ്രമിക്കുക. പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇഴയുക. അതായത് ചെയ്യുന്നത് എന്തായാലും മുന്നോട്ട് തന്നെ പോവുക. നമ്മൾ തോറ്റു പോകുന്നതിനും അല്ലെങ്കിൽ തളർന്നു പോകുന്നതിനും നമുക്ക് പല റീസൺസും ഉണ്ടാകും. പക്ഷേ ജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അതായത് ജയിക്കണം എന്നുള്ള നമ്മുടെ വാശി അല്ലെങ്കിൽ ആ ഒരു തീരുമാനം. അപ്പോൾ ഇത് എല്ലാവരും ഓർക്കുക. ഈ ഒരു എൻട്രൻസുകളുടെ റിസൾട്ട് വന്ന് അല്ലെങ്കിൽ അത് കിട്ടാണ്ട് പോകുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ആരും തളർന്നു പോകരുത്. അധ്വാനിക്കുക. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇത്രയും വലിയൊരു വീഡിയോ ആയിട്ട് ഇടണമെന്ന് പ്രതീക്ഷിച്ചതല്ല, പക്ഷേ പറഞ്ഞു വന്നപ്പം എനിക്ക് തോന്നി ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. ഇതിപ്പോഴും ഒരു പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ 4 വർഷം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അതത്ര ഈസി അല്ലായിരുന്നു. ഈ ബിടെക്കിൻ്റെ അത്യാവശ്യം സ്ട്രഗിൾസും അത്യാവശ്യം പെയിനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് അച്ചീവ്മെൻറ്റ്സും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു 4 വർഷമായിരുന്നു ഇവിടെ കടന്നുപോയത്. എന്തായാലും ഇപ്പോൾ വളരെയധികം സന്തോഷം. ഞാനും എൻ്റെ രക്ഷിതാക്കളും അതുപോലെ തന്നെ എൻ്റെ വേണ്ടപ്പെട്ടവരും എല്ലാവരും സന്തോഷത്തിലാണ്. അവരും എല്ലാവരും ഉള്ളത് കാരണം, അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കൂടെ ഉള്ളത് കാരണം എനിക്കിതൊക്കെ നേടിയെടുക്കാൻ സാധിച്ചു. എന്തായാലും ഇത് ഇത്രയും പറഞ്ഞതിൽ ഒരാൾക്കെങ്കിലും എൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെനിക്ക് അത്രയും അധികം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം ദീർഘിപ്പിച്ച് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു യാത്രയെ പറ്റി, എൻ്റെ ഈ ഒരു ബിടെക്കിൻ്റെ ഫസ്റ്റ് ഇയർ തൊട്ട് ലാസ്റ്റ് ഇയർ ഇപ്പം ഈ ഒരു പ്ലേസ്മെൻറ്റ്, അതായത് ജപ്പാനിലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് കിട്ടിയ ഈ പ്ലേസ്മെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കമൻറ്റ് സെക്ഷനിലൂടെ. ഞാൻ അത്രയും ഹാപ്പി ആയിരിക്കും അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഈ ഒരു വീഡിയോയോട് കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഡ്രീം സ്കൈ ഹൈ ആൻഡ് ലവ് ബിയോണ്ട് ദാറ്റ്. ബൈ.